എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. യോഹന്നാൻ 10:14. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പരസ്പരം അറിയുന്നതാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ രീതിശാസ്ത്രമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. യേശു തനിക്കുള്ള അവകാശവാദങ്ങളെ യഹൂദരോട് അറിയിച്ചുകൊണ്ടിരുന്നു. ഈ വേദഭാഗത്ത് താനാണ് സത്യ ഇടയനെന്ന് യേശു അവകാശപ്പെടുകയും വ്യാജ ഇടയന്മാരുമായി തന്നെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. നല്ല ഇടയൻ ആടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. കേവല ശമ്പളത്തിന് വേണ്ടി അല്ല നല്ല ഇടയൻ ആടുകളെ പാലിക്കുന്നത്. തൻ്റെ ജീവിത നിയോഗമായി അത് സ്വീകരിച്ചിരിക്കുന്ന ദൗത്യമാണ് ആടുകളെ പാലിക്കുക എന്നത്. പിതാവ് തന്നെ ഏൽപ്പിച്ച നിയോഗമാണ് ജനത്തിൻ്റെ നല്ല ഇടയനായിരിക്കുക എന്നത് യേശു തിരിച്ചറിയുന്നു. അപ്പോൾ പിതാവിൽ നിന്നും താൻ സ്വീകരിച്ച ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള അവബോധമാണ് യേശുവിനുണ്ടായിരുന്നത്. കൂലിക്കാരനായ ആടുപാലകൻ തൻ്റെ കൂലിക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആടിനു വേണ്ടി മരിക്കാനൊന്നും അയാൾ തയ്യാറാകില്ല. എന്നാൽ യേശു പിതാവിൻ്റെ ആടുകൾ തൻ്റേത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ തയ്യാറാകുന്നു. അവയെ പരിരക്ഷിക്കുക എന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ്. ആട്ടിൻകൂട്ടത്തിനെന്നും ഭീഷണി ഉയർത്തുന്ന ശത്രുക്കളാണ് ചെന്നായ്ക്കൾ. ദൗത്യബോധമില്ലാത്ത കൂലിക്കാരൻ ചെന്നായ്ക്കളുടെ അപകാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചു പോയേക്കാം. അങ്ങനെ ചെയ്താൽ അയാൾ പോലും അറിയാതെ ചെന്നായ്ക്കളുടെ പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അയാൾ തീർന്നു പോകും. ഇടയൻ്റെ ഉത്തരവാദിത്തം കൊടിയ ചെന്നായ്ക്കളിൽ നിന്നും തൻ്റെ ആടുകളെ വിടുവിക്കുക എന്നതാണ്. പുറത്തു നിന്ന് വരുന്ന ചെന്നായ്ക്കളെ ആട്ടി ഓടിക്കുക മാത്രമല്ല, ആടുകളുടെ വേഷം ധരിച്ച് ആട്ടിൻകൂട്ടത്തിൽ പ്രവേശിച്ചിട്ടുള്ള പ്രച്ഛന്ന വേഷധാരികളായ ചെന്നായ്ക്കളിൽ നിന്നും തൻ്റെ ആടുകളെ രക്ഷിക്കുക എന്നതും നല്ല ഇടയൻ്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്, ആട്ടിൻകൂട്ടത്തിൻ്റെ രീതിശാസ്ത്രം അറിയുന്നു. അതായത് പിതാവ് തന്നെ അറിയുന്നത് പോലെയും പുത്രൻ പിതാവിനെ അറിയുന്നത് പോലെയും ആടുകൾ തന്നെ അറിയണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുവാകുന്ന ഇടയൻ ഓരോ ആടിനെയും പേര് ചൊല്ലി അറിയുന്നുണ്ട്. ഓരോ ആടിൻ്റെയും പ്രകൃതത്തിനും രീതിക്കും അനുസരിച്ചാണ് ഓരോ ആടിനും പേര് നൽകിയിരിക്കുന്നത്. ഇടയൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുമ്പോൾ ഓരോ ആടിനെയും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ഓരോ ഇടത്തിലേക്ക് ഇടയൻ നയിക്കുന്നത്. ഇടയനോട് സാമീപ്യം സൂക്ഷിക്കുന്നതിലൂടെയും ഇടയൻ്റെ നായകത്വം അംഗീകരിക്കുന്നതിലൂടെയുമാണ് ഓരോ ആടും അതിൻ്റെ ജീവിത സാഫല്യം കണ്ടെത്തുന്നത്. മൂന്നാമത്, ഈ പ്രഭാഷണത്തിൽ കുറച്ചും കൂടെ വികസിതമാകേണ്ട തൻ്റെ ആട്ടിൻ പറ്റത്തെ പറ്റിയും യേശു പരാമർശിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ തൻ്റെ പ്രകാശ സ്വാധീനത്തിലേക്ക് സർവ്വജനതയും എത്തിച്ചേരേണ്ടതാണ്. ദൈവവചനം കേൾക്കുന്നതിലൂടെയും അതിനോട് പ്രതികരിക്കുന്നതിലൂടെയും സകല ജനങ്ങളും ഒരേ ആട്ടിൻകൂട്ടത്തിൻ്റെ ഭാഗമായി തീരും. യേശു പ്രസംഗിച്ച ദൈവത്തിൽ നിന്നുള്ള വചനം സ്വയപരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ വിമോചനം വരുത്തുന്നതും സകലരെയും രൂപാന്തരപ്പെടുത്തുന്നതുമായ വചനമാണ്. അപ്പോൾ ഈ വേദഭാഗം നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു, ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങളെ ദൈവബന്ധത്തിൽ
പൂർത്തീകരിക്കാതെ കേവല പ്രതിഫലനത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അവ ചെയ്യുമ്പോൾ നാം വിധ്വംസകതയുടെ ചെന്നായ്ക്കളായി മാറാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇടയനായ കർത്താവിനെ അറിയുന്നതിൽ നമ്മൾ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ വിശകലനം ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടയൻ്റെ ശബ്ദത്തെ മറ്റ് ശബ്ദപ്രളയങ്ങളുടെ മധ്യേ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇടയൻ്റെ ശബ്ദമെന്ന് തെറ്റിദ്ധരിച്ച് വ്യാജ ശബ്ദങ്ങൾക്ക് നമ്മൾ അടിമകളാകാൻ പാടില്ല. ഇടയൻ്റെ ആലയിലേക്ക് ആടുകളെ ചേർക്കുന്ന രീതിശാസ്ത്രം കാൽവരി ക്രൂശിലെ സ്വയം നൽകുന്ന സ്നേഹ വിപ്ലവത്തിൻ്റെതാണ്. അങ്ങനെ ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതികളിൽ ആട്ടിൻപറ്റം വലുതാക്കുന്ന സാമ്രാജ്യ മനോഭാവങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രച്ഛന്ന വേഷധാരികളായ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടങ്ങളിൽ കടക്കുന്നതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഇടയൻ്റെ സാമീപ്യവും നായകത്വവും സ്വീകരിക്കണമെന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മളുടെ ഇടയനാണ്. ആ ഇടയൻ്റെ അജഗണമായി അജപാലകൻ്റെ നേതൃത്വം അംഗീകരിച്ച് സ്വയം സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ഇടയനാടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തും നമ്മെ സംരക്ഷിക്കുന്ന ഇടയനാണ്. പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾക്ക് വീണ്ടെടുപ്പും വിമോചനവും സംരക്ഷണവും നൽകിയ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ അറിയുന്നതും അവിടുത്തെ ശബ്ദം തിരിച്ചറിയുന്നതുമാണ് ഞങ്ങളുടെ ജീവിത സാഫല്യമെന്ന് ഈ വേദഭാഗത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സമർപ്പണബോധത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നുവല്ലോ. ഇടറിപ്പോകാതെ ഞങ്ങളെ പാലിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും സമൃദ്ധിയുടെയും പുതിയ ഒരു വർഷത്തിൽ ജീവിപ്പാൻ ദൈവം എല്ലാവരെയും ഇടയാക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇടയനായ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും പാലനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.